ചിറക്കൽ താലൂക്കിലെ അക്യാബ് എന്നത് പൈതൃക കാർഷിക സംസ്കൃതിയിലൂടെ ആർജിച്ചെടുത്ത അഭിമാന വിശേഷണമാണ് എഴോത്തിന്. ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം, കവിത പാടും തീരം. 2020-25 കാലയളവിൽ ഈ പെരുമ നിലനിർത്താൻ ആവശ്യമായ പദ്ധതികൾ കാർഷിക മേഖലയ്ക്ക് വേണ്ടി ആവിഷ്കരിക്കാനും നടപ്പിലാക്കാനും ഭരണസമിതി ശ്രമിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയുടെ സമഗ്ര പുരോഗതിക്ക് 2021-25 വർഷങ്ങളിൽ 1,99,66,190 രൂപ ചെലവഴിക്കുകയും 2025-26 വാർഷിക പദ്ധതി 42,57,200 രൂപ നീക്കിവെക്കുകയും ചെയ്തിട്ടുണ്ട്. നെൽകൃഷിക്ക് പുറമെ തെങ്ങ് കൃഷി പ്രോത്സാഹിപ്പിക്കുകയും പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കാനും വീടുകളിൽ ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിക്കാനും പ്രോത്സാഹന പദ്ധതികൾ നടപ്പിലാക്കി. പയർവർഗ്ഗങ്ങളും മറ്റ് വ്യത്യസ്ത കാർഷിക വിളകളുടെ ഉൽപ്പാദന വർധനവ് ലക്ഷ്യമിട്ടുള്ള പദ്ധതികളും ഏറെ ഗുണം ചെയ്തിട്ടുണ്ട്. കേരഗ്രാമം പദ്ധതിക്ക് 37 ലക്ഷം രൂപ നടപ്പ് വർഷം അനുവദിച്ചു. ഇതിനു പുറമെ കല്യാശ്ശേരി MLA ശ്രീ M. വിജിൻ മുൻകൈയെടുത്ത് നടപ്പിലാക്കിയ ഔഷധ ഗ്രാമം പദ്ധതിയിൽ നമ്മുടെ പഞ്ചായത്തിൽ 2 ഹെക്ടർ സ്ഥലത്ത് കുറുന്തോട്ടി കൃഷി ലാഭകരമായി നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏഴോം ഗ്രാമപഞ്ചായത്തിൽ അതിദാരിദ്ര്യരുടെ സർവേ നടത്തിയതിൽ 63 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ആയതിൽ 7 പേർക്ക് നിലവിൽ ആനുകൂല്യങ്ങൾ ആവശ്യമില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കൾക്ക് ആവശ്യം മരുന്നും ചികിത്സയുമാണ്. 44 പേർക്കാണ് മരുന്ന് നൽകി വരുന്നത്. ഭക്ഷണം ആവശ്യമായ ഒരു ഗുണഭോക്താവാണുള്ളത്. അവർക്ക് ജനകീയ ഹോട്ടൽ മുഖേന ഭക്ഷണം നൽകി വരുന്നു. ഭവനരഹിതരായ 6 പേർക്ക് ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആനുകൂല്യം അനുവദിച്ചിട്ടുണ്ട്. ഭവന നിർമ്മാണത്തിനായി 6 പേർക്ക് 4 ലക്ഷം രൂപ വീതം ആകെ 24 ലക്ഷം രൂപ ചിലവഴിച്ചു. വീട് റിപ്പയർ ചെയ്യുന്നതിന് 7 കുടുംബങ്ങൾക്കായി 7,50,000 രൂപ ചെലവഴിച്ചു. വരുമാന മാർഗം കണ്ടെത്തുന്നതിനായി കുടുംബശ്രീയും സ്വകാര്യ സ്ഥാപനങ്ങൾ വഴിയും ആനുകൂല്യം ലഭ്യമാക്കിയിട്ടുണ്ട്. 7 കുടുംബങ്ങൾക്കാണ് വരുമാന മാർഗത്തിന് സഹായം അനുവദിച്ചിട്ടുള്ളത്. നിലവിൽ ഏഴോം ഗ്രാമപഞ്ചായത്ത് അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപനം നടത്തിയിട്ടുമുണ്ട്. PMAY ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 17 കുടുംബങ്ങൾ എഗ്രിമെന്റ് വെച്ചു. 7 വീടുകൾ പൂർത്തീകരിച്ചു. ബാക്കി 10 വീടുകൾ നിർമ്മാണ പുരോഗതിയിലാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടപ്പിലാക്കുന്ന പഞ്ചായത്താണ് ഏഴോം. 2020-21 1.63 കോടിയും 2021-22 1.71 കോടിയും 2022-23 2.10 കോടിയും 2023-24 2.43 കോടിയും 2024-25 2.66 കോടിയുടെയും ചെലവ് കൈവരിക്കുന്നതിന് സാധിച്ചു. 2020 മുതൽ 2025 വരെ 2,51,491 തൊഴിൽ ദിനങ്ങളും 1,259 തൊഴിൽ ദിനങ്ങളും നേടാൻ സാധിച്ചു. റോഡ് കോൺക്രീറ്റ്, നടപ്പാത നിർമ്മാണം, ഡ്രൈനേജ് നിർമ്മാണം, മിനി MCF നിർമ്മാണം, SHG വർക്ക് ഷെഡ് നിർമ്മാണം, കോഴിക്കോട് സോക്ക് പിറ്റ്, ആടിൻകൂട്, ഫാം പോണ്ട്, കന്നുകാലി തൊഴുത്ത്, അസോള ടാങ്ക് എന്നിവയുടെ നിർമ്മാണങ്ങൾ, തീറ്റപ്പുൽ കൃഷി, പച്ചത്തുരുത്ത് നിർമ്മാണം, കൈപ്പാട് കൃഷിക്ക് ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ, ഫലവൃക്ഷ തൈ നട്ടുപിടിപ്പിക്കൽ, ഭൂവികസന പദ്ധതികൾ തുടങ്ങിയവയും നടപ്പിലാക്കി വരുന്നു. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ അടുത്തിലെ അങ്കണവാടി നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. സമൂഹത്തിലെ നാനാതുറകളിൽപ്പെട്ട ദുർബല ജനവിഭാഗങ്ങൾക്ക് താങ്ങാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. അർഹരായ മുഴുവൻ ആളുകൾക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി ജാഗ്രതയോടെ ഇടപെട്ടിട്ടുണ്ട്. ഏഴോം ഗ്രാമപഞ്ചായത്തിൽ
2020 വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളിലായി 1159 പേർക്ക് പ്രതിമാസം 15,06,700 രൂപ നൽകിയിരുന്നത് നിലവിൽ 3,021 പേർക്ക് 48,33,600 രൂപ നൽകി വരുന്നു. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലായിരുന്ന കണ്ണോം PHC ഗ്രാമപഞ്ചായത്തിന് വിട്ടുകിട്ടിയത് ഈ വർഷം ആദ്യ പാദത്തിലാണ്. നെരുവമ്പ്രം ആയുർവേദ ഡിസ്പെൻസറി, നരിക്കോട് ഹോമിയോ ഡിസ്പെൻസറി എന്നിവ പഞ്ചായത്തിലെ ആരോഗ്യ സംവിധാനത്തെ ബലപ്പെടുത്തുന്നു. ആയുർവേദ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററായി മാറി. 2023 മുതൽ ജീവിതശൈലി രോഗങ്ങൾക്കായി NCD ക്ലിനിക്ക് ആരംഭിക്കുകയും ഇതിൻ്റെ ഭാഗമായി സ്ഥാപനത്തിൽ യോഗ ഇൻസ്ട്രക്ടറെ 2024 മുതൽ പ്രിലിമിനറി സ്ക്രീനിംഗായി മൾട്ടിപർപ്പസ് സ്റ്റാഫിനെയും നിയമിച്ചു. ആരോഗ്യമേഖലയിൽ ഫലപ്രദമായി ഇടപെടുന്നതിനും പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിലാണ് ഈ ഭരണസമിതി അധികാരമേൽക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ ആളുകൾക്കും വാക്സിൻ ലഭ്യമാക്കുക എന്നതായിരുന്നു നമ്മുടെ ആദ്യത്തെ ഉത്തരവാദിത്തം. ഈ ദൗത്യം പൂർണ്ണമായി വിജയിപ്പിക്കാൻ സാധിച്ചു. പാലിയേറ്റീവ് പരിചരണം, മരുന്ന് വാങ്ങൽ, ക്യാൻസർ കെയർ, ഫസ്റ്റ് എയ്ഡ് കിറ്റ്, മെൻസ്ട്രുവൽ കപ്പ് വിതരണം, ജീവിതശൈലി രോഗ നിയന്ത്രണം, ലഹരി വിരുദ്ധ ക്യാമ്പയിൻ എന്നിവയും പദ്ധതിയുടെ ഭാഗമായി. പഴയങ്ങാടി താലൂക്ക് ആശുപത്രി നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിലായത് കുറേയേറെ രോഗികൾക്ക് ആശ്വാസമാണ്. സബ് സെൻ്ററുകളുടെ വിപുലീകരണത്തിന് ഹെൽത്ത് ഗ്രാൻഡ് ഉപയോഗപ്പെടുത്തി കൊട്ടില സബ് സെൻ്റർ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി. ഏഴോം സബ് സെൻ്ററിന് കെട്ടിട നിർമ്മാണത്തിന് ഹെൽത്ത് ഗ്രാൻഡ് അംഗീകാരമായത് ഈ നടപ്പ് വർഷത്തിലാണ്. 100ഓളം രോഗികൾ OPയിലെത്തുന്ന നരിക്കോട് ഹോമിയോ ഡിസ്പെൻസറിക്ക് വേണ്ടി കെട്ടിടം പണിയാൻ സ്ഥലം ലഭ്യമായതും ഈ ഭരണസമിതിയുടെ അവസാന നാളുകളിലാണ്. പാലിയേറ്റീവ് പരിചരണം. പാലിയേറ്റീവ് പരിചരണത്തിന് വളരെയേറെ പ്രാധാന്യമുള്ള ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞ 5 വർഷ കാലയളവിലേക്ക് ഏഴോം ഗ്രാമപഞ്ചായത്തിൽ മൊത്തം 41 ലക്ഷം രൂപ വകയിരുത്തി ചെലവഴിച്ചു. ആകെ 710 രോഗികൾ രജിസ്റ്റർ ചെയ്തു. മേൽപ്പറഞ്ഞ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ഉപകരണങ്ങൾ സെൻ്ററിൽ ലഭ്യമാണ്. വാട്ടർ ബെഡ്, എയർ ബെഡ്, വീൽ ചെയർ, വാക്കിംഗ് സ്റ്റിക്ക്, ബാക്ക് റെസ്റ്റ്, ICU കോട്ട്, കമ്മോഡ് ചെയർ. പാലിയേറ്റീവ് രോഗികളുടെ പരിചരണത്തിന് ആവശ്യമായ മരുന്നുകളും അനുബന്ധ സാമഗ്രികളും നൽകി വരുന്നു. 8,60,000 രൂപയുടെ മരുന്നുകൾ വാങ്ങി രോഗികൾക്ക് നൽകി വരുന്നു. ക്യാൻസർ രോഗനിർണയത്തിനും ബോധവൽക്കരണത്തിനുമായി 1,65,000 രൂപ ചെലവഴിച്ചു. കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമായി ആരോഗ്യ പ്രവർത്തകർക്കും ആശാവർക്കർമാർക്കും പ്രതിരോധ സാമഗ്രികൾ വാങ്ങുന്നതിനായി 48,000 രൂപ ചെലവഴിച്ചു. സ്ത്രീകളെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവന്ന് ദാരിദ്ര്യ ലഘൂകരണം ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് വെച്ച കുടുംബശ്രീ പ്രസ്ഥാനം ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാണ്. ഏഴോം ഗ്രാമപഞ്ചായത്തിൽ 14 വാർഡുകളിലായി 173 കുടുംബശ്രീ യൂണിറ്റുകളും 2481 അംഗങ്ങളും വാർഡ് തലത്തിൽ 14 ADSും പ്രവർത്തിക്കുന്നു.
എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾച്ചേർത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന സംവിധാനം. 18 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ കുടുംബശ്രീയുടെ ഭാഗമാക്കാൻ 14 വാർഡുകളിലും ഓക്സിലറി ഗ്രൂപ്പുകളും, 5 വയസ്സ് മുതൽ 18 വയസ്സുവരെയുള്ള കുട്ടികളെ ഉൾച്ചേർക്കാൻ എല്ലാ വാർഡുകളിലും ബാലസഭകളും, വയോജനങ്ങൾക്കായി വയോജന അയൽക്കൂട്ടവും പ്രവർത്തിക്കുന്നു. ആകെ 86 സംരംഭങ്ങളാണ് ഏഴോം ഗ്രാമപഞ്ചായത്തിലുള്ളത്. ജനകീയ സാക്ഷരതാ യജ്ഞത്തിലൂടെ 1985 രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരതാ ഗ്രാമമായി മാറി ഏഴോം ഗ്രാമപഞ്ചായത്ത്. ഇതിൻ്റെ ഓർമ്മയ്ക്കായി പഞ്ചായത്ത് സ്ക്വയറിൽ അക്ഷരശില്പം ഒരുക്കിയിട്ടുണ്ട്. തുടർന്ന് സാക്ഷര കേരളം പദ്ധതിയിലൂടെയും തുടർ സാക്ഷരതാ പ്രവർത്തനത്തിലൂടെയും സമ്പൂർണ്ണ 7ാം ക്ലാസ് തുല്യത കൈവരിക്കുകയുണ്ടായി. നിലവിൽ സാക്ഷരതാ പദ്ധതിയുടെ ഭാഗമായി 10ാം തരം തുല്യത നേടിയെടുക്കാനുള്ള തീവ്രയജ്ഞത്തിലാണ്. എല്ലാ വാർഡിലും ഒരു ലൈബ്രറി എന്ന ലക്ഷ്യം പൂർത്തീകരിച്ചു. വായനശാലകൾക്ക് ഫർണിച്ചർ വിതരണം ചെയ്തു. പഞ്ചായത്തിൽ ആകെ 23 ലൈബ്രറികൾ പ്രവർത്തിച്ചു വരുന്നു. ഈ ഭരണസമിതി വന്ന വർഷം മുതൽ നടത്തിയ കേരളോത്സവങ്ങളിൽ ബ്ലോക്ക് തലത്തിൽ എല്ലാ വർഷവും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി. തെക്കുഭാഗത്ത് കുപ്പം പുഴയുമായി അതിർത്തി പങ്കിടുന്ന ഏഴോം ഗ്രാമപഞ്ചായത്ത് മത്സ്യത്തൊഴിലാളി, അനുബന്ധ തൊഴിലാളി എന്നിങ്ങനെ മത്സ്യമേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന 50ഓളം ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ അധിവസിക്കുന്നുണ്ട്. പഞ്ചായത്തിലെ കോട്ടക്കീൽ ഫിഷ് ലാൻഡിംഗ് സെൻറ്റർ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും മത്സ്യബന്ധനം നടത്തിവരുന്നത്. കണ്ടൽക്കാടുകൾ വളർന്നു കിടക്കുന്ന കുപ്പംപുഴ ജൈവ വൈവിധ്യങ്ങളാൽ സമ്പന്നമാണ്. മത്സ്യസമ്പത്തിന് അനുകൂലമായ ഘടകമാണ് കണ്ടൽക്കാടുകൾ. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് പുഴയിൽ മണ്ണ് നിക്ഷേപിച്ച് പാലം നിർമ്മാണം നടത്തുന്നത് മത്സ്യത്തിൻ്റെ ആവാസ വ്യവസ്ഥയെ തകരാറിലാക്കിക്കൊണ്ട് മത്സ്യസമ്പത്തിന് വെല്ലുവിളിയായി നിലനിൽക്കുന്നുണ്ട്. പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധന ഉപകരണങ്ങളായ വള്ളവും വലയും വിതരണം ചെയ്തിരുന്നു. കൂടാതെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് പഠനോപകരണം, മത്സ്യത്തൊഴിലാളി കുടുംബത്തിന് വാട്ടർ ടാങ്ക് എന്നിവയും പഞ്ചായത്ത് മുഖേന അനുവദിച്ചു. 2020 മുതൽ 25 വരെ വിവിധ പദ്ധതികൾക്കായി മത്സ്യമേഖലയ്ക്ക് 10,01,000 രൂപ ചെലവഴിച്ചു. വയോജനങ്ങളുടെയും ഭിന്നശേഷി വിഭാഗക്കാരുടെയും ക്ഷേമത്തിനായി കഴിഞ്ഞ 5 വർഷത്തോളമായി നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. പഞ്ചായത്ത് പരിധിയിലെ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന 65ഓളം കുട്ടികൾക്ക് സ്കോളർഷിപ്പ് വിതരണം നടത്തിയിട്ടുണ്ട്. ശാരീരിക വൈകല്യമുള്ള 4 പേർക്ക് മുച്ചക്ര വാഹനത്തിനായി 2,43,000 രൂപയും ഒരാൾക്ക് കൃത്രിമ അവയവം നൽകുന്നതിന് 1,45,200 രൂപയും ചെലവഴിച്ചിട്ടുണ്ട്. ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്ക് വീൽചെയർ, കേൾവി പരിമിതി ഉള്ളവർക്ക് ശ്രവണസഹായി തുടങ്ങിയവയും വിതരണം ചെയ്തിട്ടുണ്ട്. വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിനായി എല്ലാ വർഷവും വയോജന സംഗമം നടത്തിയിട്ടുണ്ട്. ഭിന്നശേഷി കുട്ടികളുടെ കലാവാസനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും ഭിന്നശേഷി കലാമേളയും നടത്തി വരുന്നുണ്ട്. ഏഴോം ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ 2023 ഡിസംബർ 20 മുതൽ 2024 ജനുവരി 7 വരെ നടന്ന ഏഴോം ഫെസ്റ്റ് ഗ്രാമീണ വിശുദ്ധിയുടെ പ്രതീകമായി മതസൗഹാർദ്ദത്തിൻ്റെയും മാനവസ്നേഹത്തിൻ്റെയും ഒത്തുചേരലായി മാറി. 19 ദിനരാത്രങ്ങൾ കുട്ടികളും സ്ത്രീകളുമടക്കം ആയിരങ്ങൾ കണ്ടാസ്വദിച്ച ഫെസ്റ്റ് വിജ്ഞാനവും വിനോദവും സാംസ്കാരിക സദസ്സും കലാപരിപാടികളും കോർത്തിണക്കിയ മനോഹരമായ കാഴ്ചകൾ. ഫെസ്റ്റ് നടന്ന 19 ദിവസവും പഴയങ്ങാടി ടൗൺ ജനസാഗരമായി മാറി. പ്രശസ്ത ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്ത ഫെസ്റ്റിൽ വിവിധ സാംസ്കാരിക നായകന്മാർ പങ്കെടുക്കുകയുണ്ടായി.
കുടുംബശ്രീ വിപണന മേളയിലൂടെയും ഫുഡ് ഫെസ്റ്റിലൂടെയും നിരവധി ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ചു. കാണികളെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള റോബോട്ടിക് ആനിമൽ ആബാലവൃദ്ധം ജനങ്ങളെയും ആകർഷിച്ചു. കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയ ശാസ്ത്ര പവലിയനും മറ്റൊരത്ഭുതമായി മാറി. നമ്മുടെ നാടിൻ്റെ ചരിത്രത്തെയും സംസ്കാരത്തെയും ഉണർത്തിയെടുക്കാൻ ഈ ഉത്സവത്തിന് സാധിച്ചു എന്നതാണ് ഇദം പ്രഥമമായി സംഘടിപ്പിച്ച ഏഴോം ഫെസ്റ്റിൻ്റെ വിജയം. ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നേരിട്ട് സ്വാധീനം ചെലുത്തുകയും പ്രയോജനപ്രദമാവുകയും ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾ രൂപീകരിച്ച് നടപ്പിലാക്കാൻ ഭരണസമിതി പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ നിരവധി നൂതന പദ്ധതികൾ ഈ ഭരണകാലയളവിൽ പ്രാവർത്തികമാക്കാൻ സാധിച്ചു. ഗ്രാമീണ റോഡുകളുടെ നവീകരണത്തോടൊപ്പം നിരവധി കെട്ടിടങ്ങളുടെ നിർമ്മാണവും അറ്റകുറ്റപ്പണികളും പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ശുദ്ധജല സ്രോതസ്സുകളുടെ വീണ്ടെടുക്കലിനായി പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി. വിവിധ മേഖലകളിൽ ഫണ്ട് കണ്ടെത്തുന്നതും ഫലപ്രദമായി വിനിയോഗിക്കുന്നതും വലിയ നേട്ടമായി. വികസന പ്രക്രിയയിൽ ജനകീയ പങ്കാളിത്തം ഉറപ്പാക്കാൻ സാധിച്ചു. തകർന്നു കിടന്നിരുന്ന ഏഴോം പഞ്ചായത്ത് കുളം നവീകരിക്കാൻ വിശദമായ DPR തയ്യാറാക്കി തന്നെ പ്രതിഭ ഏഴോം മാതൃകയായി. ദീർഘദൂര യാത്രയ്ക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന വഴിയോര വിശ്രമ കേന്ദ്രത്തിൻ്റെ നിർമ്മിതിക്ക് അധികമായി വേണ്ടി വന്ന തുക കണ്ടെത്താൻ നടത്തിയ ജനകീയ ഫണ്ട് ശേഖരണം ജനങ്ങൾ ഹൃദയപൂർവ്വം ഏറ്റെടുത്തു. ഒരു കാലത്ത് സമ്പൂർണ്ണ കാർഷിക ഗ്രാമമായിരുന്ന ഏഴോത്ത് കൃഷി അനുബന്ധമായി സംയോജിത മൃഗസംരക്ഷണം സർവ്വസാധാരണമായിരുന്നു. സാമൂഹിക സാമ്പത്തിക രംഗത്ത് വന്നിട്ടുള്ള മാറ്റം ഇടക്കാലത്ത് ആളുകളെ മൃഗസംരക്ഷണ മേഖലയിൽ നിന്നും അകറ്റുകയുണ്ടായി. പരമ്പരാഗതമായി കന്നുകാലി, ആട്, കോഴി തുടങ്ങിയ വളർത്തുമൃഗങ്ങൾക്കായിരുന്നു പ്രാധാന്യം. കോവിഡ് മഹാമാരിക്ക് ശേഷം 2020-25 കാലഘട്ടത്തിൽ ഏഴോം ഗ്രാമപഞ്ചായത്തിൽ മൃഗസംരക്ഷണ മേഖലയിൽ വലിയ മാറ്റമാണ് ഉണ്ടായത്. ലോക്ക്ഡൗൺ കാലത്ത് ആളുകൾക്ക് വളർത്തുമൃഗങ്ങളോടുള്ള ആകർഷണം വർദ്ധിച്ചു. നായ, പൂച്ച, പറവകൾ മുതലായ പെറ്റ് ജീവികളെ വളർത്തുന്ന പ്രവണത വ്യാപകമായി. ഓമന മൃഗങ്ങളുടെ ആരോഗ്യ സംരക്ഷണം, രോഗപ്രതിരോധം എന്നിവയ്ക്ക് കൂടി ഊന്നൽ നൽകുന്ന ഒരു സ്ഥാപനമാണ് പഴയങ്ങാടി വെറ്റിനറി ആശുപത്രി. ഇന്ന് വെറ്റിനറി ഹോസ്പിറ്റൽ പഴയങ്ങാടി പെറ്റ് കെയർ സ്ഥാപനമായും പ്രവർത്തിക്കുന്നു. പാലുൽപാദനം വർദ്ധിപ്പിക്കാനും മാംസം, മുട്ട എന്നിവയുടെ ഉൽപാദന വർധനവ് ലക്ഷ്യമാക്കിയുള്ള ഒട്ടേറെ പദ്ധതികൾ പഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. കല്യാശ്ശേരി ബ്ലോക്കിൻ്റെ എമർജൻസി ലൈറ്റ് സർവീസ് പഴയങ്ങാടി വെറ്റിനറി ഹോസ്പിറ്റൽ നടപ്പിലാക്കിയിട്ടുണ്ട്. വൈകുന്നേരം 6 മണി മുതൽ രാവിലെ 6 മണി വരെ അടിയന്തര രാത്രികാല സേവനം ഇന്ന് ലഭ്യമാണ്. ഈ കാലയളവിൽ ആശുപത്രിക്ക് ISO അംഗീകാരം ലഭിച്ചു എന്നത് അഭിമാനാർഹമാണ്. ഏഴോം പഞ്ചായത്തിൽ 2020 മുതൽ 2025 വരെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനത്തിനായി നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. അംഗൻവാടി പോഷകാഹാര വിതരണത്തിനായി കഴിഞ്ഞ 5 വർഷം 1,27,41,920 രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഇരുപത്തിമൂന്ന് അംഗൻവാടികളുടെയും അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി അംഗൻവാടികൾക്ക് ഫർണിച്ചർ, നെയിം ബോർഡ്, അംഗൻവാടി കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ, ശിശു സൗഹൃദ പെയിൻറ്റിംഗ് എന്നിവയും നടപ്പിലാക്കിയിട്ടുണ്ട്. പഞ്ചായത്തിലെ 23 അംഗൻവാടികളിൽ 22 അംഗൻവാടികൾക്ക് സ്വന്തമായി കെട്ടിടമുണ്ട്. അതിൽ അരയോളം അംഗൻവാടിക്ക് സ്മാർട്ട് അംഗൻവാടി കെട്ടിടം നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുമുണ്ട്. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ സമഗ്രമായി പഠിക്കുന്നതിനും അതിനനുസരിച്ച് പദ്ധതികൾ രൂപീകരിക്കുന്നതിനുമായി സ്ത്രീ പദവി പഠനം എന്ന പദ്ധതി തയ്യാറാക്കി. ഏഴോം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ആകെ 8 LP സ്കൂളുകളും 3 UP സ്കൂളുകളും, ഒരു ഹയർ സെക്കൻഡറി സ്കൂളും, ഒരു ടെക്നിക്കൽ ഹൈസ്കൂളും, ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും, ഒരു IHRD സ്വാശ്രയ കോളേജുമുണ്ട്.
സംസ്ഥാനത്ത് തന്നെ ആദ്യമായി 2 പഞ്ചായത്തുകൾ സംയുക്തമായി നടപ്പിലാക്കിയ സ്റ്റുഡൻറ് എക്സ്ചേഞ്ച് പ്രോഗ്രാം മാതൃകാ പദ്ധതിയായി മാറി. കുട്ടികളുടെ മനസ്സിൽ എന്നും നിലനിൽക്കുന്ന പഠന ജീവിതാനുഭവങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തിൽ തീരദേശ പഞ്ചായത്തായ നമ്മുടെ പഞ്ചായത്തോടൊപ്പം മലയോര പഞ്ചായത്തായ ഉദയഗിരിയും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കിയത്. ക്ലാസ് മുറികളെ ആധുനിക നിലവാരത്തിൽ എത്തിക്കുന്നതിൻ്റെ ഭാഗമായി 2 ഗവൺമെൻറ് LP സ്കൂളുകളിൽ 9 ലക്ഷം രൂപ ചെലവഴിച്ച് സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഒരുക്കി. അതിന് അനുബന്ധമായി ഫർണിച്ചറുകളും നൽകി. മൾട്ടിമീഡിയ സംവിധാനത്തോടെ ഏറ്റവും മികച്ച ഇൻട്രാക്റ്റീവ് പാനൽ ബോർഡ് സ്ഥാപിച്ചു. ശാസ്ത്രാഭിമുഖ്യം വളർത്താനും ശാസ്ത്രചിന്ത ഉണർത്തുവാനുമായി വീട്ടിൽ ഒരു പരീക്ഷണശാല ലാബ് അറ്റ് ഹോം എന്ന നൂതന പദ്ധതിയുടെ ഭാഗമായി 5ാം ക്ലാസ്സിലെ 100 വിദ്യാർത്ഥികൾക്ക് ലാബ് പഠനോപകരണ സാമഗ്രികൾ നൽകി. കായിക പരിശീലനത്തിൻ്റെ ഭാഗമായി കിക്ക് ഓഫ് പദ്ധതിയിലൂടെ ഫുട്ബോൾ കോച്ചിംഗ് നടത്തി. പെൺകുട്ടികൾക്ക് സ്വയം പ്രതിരോധ പരിശീലനത്തിൻ്റെ ഭാഗമായി കരാട്ടെ പരിശീലനം നടപ്പിലാക്കി. 1ാം ക്ലാസ് 1ാം തരമാക്കൽ, ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി സ്കൂളുകളിൽ പ്രഥമ ശുശ്രൂഷ കിറ്റ്, വായന പരിപോഷിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സ്കൂളുകളിൽ പത്രമാസികകൾ വിതരണം എന്നീ പദ്ധതികൾ നടപ്പിലാക്കി. വിദ്യാലയങ്ങളിൽ ശുദ്ധ കുടിവെള്ളം നൽകുന്നതിൻ്റെ ഭാഗമായി എല്ലാ വിദ്യാലയങ്ങൾക്കും വാട്ടർ പ്യൂരിഫയർ നൽകി. ജീവൻ രക്ഷാ പരിശീലനത്തിൻ്റെ ഭാഗമായി കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകി. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്, ലാപ്ടോപ്പ്, മേശയും കസേരയും എന്നീ പദ്ധതികൾ നടപ്പിലാക്കി. വിദ്യാലയ സൗന്ദര്യവൽക്കരണവും ഹരിതവൽക്കരണത്തിൻ്റെയും ഭാഗമായി 4 സർക്കാർ പ്രൈമറി സ്കൂളുകളിൽ പ്രവൃത്തി നടപ്പിലാക്കിയിട്ടുണ്ട്. ബാലസൗഹൃദത്തിൻ്റെ ഭാഗമായി എല്ലാ വിദ്യാലയങ്ങളിലും വിശ്രമമുറികൾ ഒരുക്കി. സമഗ്രമായ ഒരു മാലിന്യ സംസ്കരണ സംവിധാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. സുശക്തമായ 30 ഹരിതകർമ്മ സേനാംഗങ്ങൾ. ഏഴോം ഗ്രാമപഞ്ചായത്തിലെ 4963 വീടുകളിലും 510 സ്ഥാപനങ്ങളിലും പ്രതിമാസം ഹരിതകർമ്മ സേനാംഗങ്ങൾ 100% സർവീസ് നടത്തുന്നുണ്ട്. ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ സൂക്ഷിക്കാൻ 14 വാർഡുകളിലായി 29 മിനി MCFകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പഞ്ചായത്തിൽ നിലവിലുള്ള 2 MCFന് പുറമെ 1200 സ്ക്വയർ ഫീറ്റിൽ എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ ഒരു പുതിയ MCF കെട്ടിടം ഉദ്ഘാടന സജ്ജമായിട്ടുണ്ട്. MCFൽ സ്ഥാപിച്ചിട്ടുള്ള ബെയിലിംഗ് മെഷീനിലൂടെ ബെയിൽ ചെയ്യുന്ന പ്ലാസ്റ്റിക് ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. പൊതു ഇടങ്ങളിലെ മാലിന്യ സംസ്കരണത്തിനായി നിലവിൽ പഞ്ചായത്തിൽ 48 സ്ഥാപനങ്ങളിൽ മാലിന്യ സംസ്കരണ ഉപാധികളുണ്ട്. അഴകേറുമേഴും എന്ന പേരിൽ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രാമപഞ്ചായത്തിലുടനീളം ശുചിത്വ സന്ദേശയാത്ര സംഘടിപ്പിച്ചു. വിവിധ കലാപരിപാടികൾ, റാലികൾ, പ്രതിജ്ഞ, ശുചിത്വ അസംബ്ലി, ഓട്ടൻതുള്ളൽ എന്നിവ ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചു. പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ ശുചിത്വ സന്ദേശ ബോർഡുകൾ സ്ഥാപിച്ചു. ഉറവിട മാലിന്യ സംസ്കരണത്തിനായി പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടുകളിൽ ഗാർഹിക റിംഗ് കമ്പോസ്റ്റ്, ഗാർഹിക ബയോ കമ്പോസ്റ്റ് എന്നിവ പൊതുജനങ്ങൾക്കായി വിതരണം ചെയ്തു. ഇതിനായി 50,74,570 രൂപ ചെലവഴിച്ചു. അങ്കണവാടികൾ, സ്കൂൾ തുടങ്ങിയവയ്ക്കും ജൈവ അജൈവ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൊതുസ്ഥലങ്ങളിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മാലിന്യങ്ങൾ പൊതുസ്ഥലത്തും ജലാശയങ്ങളിലും വലിച്ചെറിയുന്നവരെ കണ്ടെത്തി മാതൃകാപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിനും ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി 25 CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ നിയമലംഘനം നടത്തിയവരിൽ നിന്നും, പ്രത്യേകിച്ച് ജലാശയങ്ങളിൽ മാലിന്യം നിക്ഷേപം നടത്തിയവരിൽ നിന്നും, പൊതുസ്ഥലങ്ങളിൽ മാലിന്യം കത്തിച്ചവരിൽ നിന്നും നിരോധിത പ്ലാസ്റ്റിക് പിടിച്ചെടുത്ത് അവരിൽ നിന്ന് എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ 3,69,200 രൂപ ഫൈൻ ഈടാക്കിയിട്ടുണ്ട്. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചതിനോടനുബന്ധിച്ച് ഓരോ വാർഡിലും ശുചിത്വ വാർഡ് സഭകൾ, പൊതുജനങ്ങളെ സംഘടിപ്പിച്ച ബോധവൽക്കരണം, ശുചിത്വ ജാഥകൾ, ശുചിത്വ പ്രതിജ്ഞ, ശുചിത്വ അസംബ്ലി, ശുചിത്വ റാലി, മനുഷ്യച്ചങ്ങല എന്നിവ സംഘടിപ്പിച്ചു. പഞ്ചായത്തിലെ എല്ലാ അയൽക്കൂട്ടത്തെയും ഹരിത അയൽക്കൂട്ടമായി പ്രഖ്യാപിച്ചു. പഞ്ചായത്തിലെ മുഴുവൻ സ്ഥാപനങ്ങൾക്കും ശുചിത്വ പദവി നൽകി. ശുചിത്വ മാലിന്യ സംസ്കരണത്തിനും ശുചിത്വത്തിനും സർക്കാർ നൽകുന്ന പ്രാധാന്യം മനസ്സിലാക്കി സഹകരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്.
ഏഴോം ഗ്രാമപഞ്ചായത്തിൻ്റെ അഭിമാന പദ്ധതികൾ: അരയോളം മാതൃകാ അംഗൻവാടി 62 ലക്ഷം, വഴിയോര വിശ്രമ കേന്ദ്രം ടേക്ക് എ ബ്രേക്ക് 60 ലക്ഷം, കൊട്ടില കുഞ്ഞാഞ്ചാൽ പട്ടികജാതി വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രം 42 ലക്ഷം, ആധുനിക MCF നിർമ്മാണം 50 ലക്ഷം, ആധുനിക വാതക ശ്മശാനം 1,77 ലക്ഷം. ലൈഫ് മിഷന്റെ ഭാഗമായി പട്ടികജാതി വിഭാഗക്കാരായ ഭൂരഹിത ഭവനരഹിതർക്കുള്ള ഫ്ളാറ്റ് സമുച്ചയം 4 കോടി. ഏഴോം പഞ്ചായത്ത് കുളം 1,10 ലക്ഷം. ഏഴോം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ: എൻ ഗോവിന്ദൻ, കെ രജീഷ്, കെ നിർമ്മല, കെ വി രാജൻ, കെ വി ഗ്രീഷ്മ, ഉഷ പ്രവീൺ, പി സജിത, ഇ ശാന്ത, ജസീർ അഹമ്മദ് എം, കെ പി അനിൽകുമാർ, ചെയർമാൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി, പി കെ വിശ്വനാഥൻ മാസ്റ്റർ, ചെയർമാൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, പി സുലോചന, ചെയർപേഴ്സൺ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, കെ എൻ ഗീത, വൈസ് പ്രസിഡന്റ്, പി ഗോവിന്ദൻ, പ്രസിഡന്റ്. സെക്രട്ടറി MT മൃദുല.